വൈകുന്നേരമായി വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനെയും കുത്തിപ്പൊക്കി ഞാനിതാ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്ന് ത്രെഡ് ചെയ്യണം, ഫാൻസി പോകണം, അങ്ങനെ ഒരുപാട് നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടാണ് ഏട്ടനെ പിടിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് പോയി ഒന്ന് ത്രെഡൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ത്രെഡ് ചെയ്ത ഫൈനൽ ലുക്ക് ഗൈസ്. പിന്നെ നേരെ പോയത് ഒരു ഫാൻസിയിലേക്കാണ് കേട്ടോ. ഒരു കല്യാണം ഉണ്ട് കേട്ടോ ഈ അടുത്ത ദിവസം തന്നെ. അപ്പോൾ നമുക്ക് അതിനുള്ള അല്ലറ ചില്ലറ ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടു തിരയുന്നിടയിൽ എൻ്റെ മേലേക്ക് എന്തോ ഒരു സാധനം ഏട്ടനെ എടുത്തു കേട്ടോ. പാമ്പാണ്. ഞാൻ അവിടുന്ന് ആർക്കാഞ്ഞത് ഭാഗ്യം കേട്ടോ. അങ്ങനെ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഏട്ടനെ പൈസ കൊടുക്കാൻ ഏൽപ്പിച്ചപ്പം അവിടെയുള്ള അച്ചച്ചൻ പരത്തുമ്പോൾ ഒരു കോലുമിഠായൊക്കെ കൊടുത്തിട്ടോ. അവൻ അതിൻ്റെ ത്രില്ലിലാണ്. അങ്ങനെ പിന്നെ നേരെ പോയത് അമ്മയ്ക്ക് കുറച്ച് ലൈനിങ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ സുന്ദരക്കുട്ടപ്പൻ ഭരത്ത് മോനെ ഒന്ന് സുന്ദരനാക്കാനാണ്. അവൻ ആ ചെയറിൽ കയറി നിന്ന് നോക്കി നിൽക്കാതെ തന്നെ സുന്ദരനാക്കൂ സുന്ദരാന്ന് പറഞ്ഞിട്ട് ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തിനുള്ള ചിരിയാണെന്ന് ആർക്കറിയാം. പക്ഷെ അവൻ നല്ല മോനായിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് പറയുന്നുണ്ടെങ്കിലും സുന്ദരനാവാൻ അവന് നല്ല ഇഷ്ടമായതുകൊണ്ട് അവൻ ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സുന്ദരനാക്കി നമ്മുടെ ബംഗാളി ചേട്ടൻ ചെറിയൊരു പണി തന്നു. അവൻ്റെ മുടി മൊത്തത്തിൽ അങ്ങോട്ട് പോക്കിയിട്ടോ. പക്ഷെ സാരല്ല, മുടി വളരുമല്ലോ എന്ന പ്രതീക്ഷയിൽ തിരിച്ച് മെഡിക്കൽ ഷോപ്പ് കയറി വീട്ടിൽ